ശ്രദ്ധിക്കുക, ഇവിടെ പറയുന്നത് ഇൻ സമ്മറികളിൽ കീപ് ടു വൺ ടെൻസ്, ഒരൊറ്റ ടെൻസിലേക്ക് സ്റ്റിക്ക് ചെയ്യണം, കൺസിസ്റ്റൻ്റ് ആയിട്ട് ഉപയോഗിക്കണം. ഇൻ സമ്മറൈസിങ് ദി ആക്ഷൻ ഓഫ് എ ഡ്രാമ, ഒരു നാടകത്തിൻ്റെ ആക്ഷൻ സമ്മറൈസ് ചെയ്യുന്നതിൽ, ചുരുക്കമാക്കി സമ്മറൈസ് ചെയ്ത് പറയുന്നതിൽ ദ റൈറ്റർ ഷുഡ് ഓൾവേസ് യൂസ് ദ പ്രസൻറ്റ് ടെൻസ്. ഏത് ടെൻസാണ് ഉപയോഗിക്കേണ്ടത്? പ്രസൻറ്റ് ടെൻസ്. ലേൺസ്, ഇൻഫോംസ്, പ്രസൻസ്, കോൾസ്, ആ ടെൻസ്. ഇൻ സമ്മറൈസിങ് എ പോയം, ഒരു കവിത സമ്മറൈസ് ചെയ്യുന്നതിൽ, അല്ലെങ്കിൽ ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഒരു നോവൽ സമ്മറൈസ് ചെയ്യുന്നതിൽ ഹി ഷുഡ് പ്രിഫറബ്ലി യൂസ് ദ പ്രസൻറ്റ്. പ്രിഫേർഡ് എന്താണ്? പ്രസൻറ്റ് ഉപയോഗിക്കലാണ്. പാസ്റ്റും വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ ഏതാണ് ഉപയോഗിക്കുന്നത് അതിനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഉപയോഗിക്കണം. ഇനി സമ്മറി പ്രസൻറ്റ് ടെൻസിലാണെങ്കിൽ ആൻറ്റിസീഡൻറ്റ് ആക്ഷൻ എന്ന് വെച്ചാൽ ആ സമ്മറിക്കകത്ത്, ആ സ്റ്റോറിക്കകത്ത് ഉള്ള കഥാപാത്രങ്ങളെ അപേക്ഷിച്ച് അവരുടെ പാസ്റ്റിൽ നടക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യപ്പെടണം? ഷുഡ് ബി എക്സ്പ്രസ് ബൈ പെർഫെക്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. പ്രസൻറ്റ് ടെൻസിലാണ് സമ്മറി എങ്കിൽ അതിലുള്ള ആൻറ്റിസീഡൻറ്റ് ആക്ഷൻ എന്ത് ചെയ്യണം? പ്രസൻറ്റ് പെർഫെക്റ്റ് ഉപയോഗിച്ചാണ് പറയേണ്ടത്. ഇഫ് ഇൻ ദ പാസ്റ്റ് ആണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റിലാണ് അത് പറയേണ്ടത്. ഇനി എക്സാമ്പിൾ നോക്കാം. ആൻ അൺഫോർസീൻ ചാൻസ്, മുമ്പേ നമ്മൾ വീക്ഷിച്ച് കാണാത്ത, അതായത് എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു ചാൻസ്, ഒരു അവസരം പ്രിവെൻസ്, അല്ലെങ്കിൽ ഒരു കാര്യം, ചാൻസ് ഇൻസിഡൻറ്റ് പ്രിവെൻസ് ഫ്രയർ ജോനെ അത് തടഞ്ഞു ഫ്രം ഡെലിവറിങ് ഫ്രയർ ലോറൻസസ് ലെറ്റർ ടു റോമിയോക്ക് കത്ത് ഡെലിവർ ചെയ്യുന്നത് തൊട്ട് അദ്ദേഹത്തെ തടഞ്ഞു. ജൂലിയറ്റ് ഈ സമയത്ത്, മീൻവൈൽ ആ സമയത്ത്, ഓയിങ് ടു ഹർ ഫാദേഴ്സ് ആർബിട്രറി ചേഞ്ച്, അവളുടെ ഫാദർ പെട്ടെന്ന് ചേഞ്ച് ഓഫ് ദ ഡേ സെറ്റ് ഫോർ ഹർ വെഡിങ്, അവളുടെ വെഡ്ഡിങ്ങിൻ്റെ ഡേറ്റ് പെട്ടെന്ന് ഒരു കാരണവുമില്ലാതെ മാറ്റിയതിൻ്റെ കാരണത്താൽ ഹാസ് ബിൻ കമ്പൽഡ്, ഈ സമയത്ത് അവൾ നിർബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അതിനെ അറിയിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഹാസ് ബിൻ കമ്പൽഡ് എന്നുള്ളത് ഏത് ടെൻസാണ്? പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ്. എന്ന് വെച്ചാൽ ആ കാര്യം കഴിഞ്ഞ് കുറച്ച് നേരം ആയുള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം. അതിന് ആണെങ്കിൽ പ്രസൻറ്റിലൊരു കോൺസിക്വൻസ് ഉണ്ട്, അതായത് ഇപ്പോൾ അത് കഴിഞ്ഞതേ ഉള്ളൂ എന്ന ഒരർത്ഥം ആണ് അവിടെ വരുന്നത്. അതുപോലെ തന്നെ ആ ചെയ്ത കാര്യത്തിന് പ്രസൻറ്റിൽ ഒരു കോൺസിക്വൻസ് ഉണ്ട്. ഐ ഹാവ് ജോയിൻഡ് ദ സോക്കർ ടീം. ഓക്കെ, ഞാൻ സോക്കർ ടീമിൽ ജോയിൻ ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോഴും എന്താണ്? സോക്കർ ടീമിലാണ് എന്ന ഒരർത്ഥം വരുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ അതിൻ്റെ കോൺസിക്വൻസ് പ്രസൻറ്റ് വരെ അത് നിലനിൽക്കും. അതിനെയാണ് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുന്നത്, അതിനു വേണ്ടിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അവസരത്തിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, പ്രസൻറ്റ് ടെൻസിലാണ് സമ്മറി കൊടുത്തിരിക്കുന്നതെങ്കിൽ അതിൽ നടക്കുന്ന ആൻറ്റിസീഡൻറ്റ് ആക്ഷൻ, അതായത് കഥാപാത്രങ്ങളെ അപേക്ഷിച്ച് അവരുടെ പാസ്റ്റിൽ നടക്കുന്ന കാര്യം എന്ത് ചെയ്യുക? പ്രസൻറ്റ് പെർഫെക്റ്റ് ഉപയോഗിച്ചാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുക. വിത്ത് ദ റിസൾട്ട് ദാറ്റ് ബാക്കിയുള്ളതൊക്കെ സെയിം ആണ്. ബൽത്തസാർ ഇൻഫോംസ് പ്രസൻറ്റ് ആണ്. റോമിയോ ഫർ സപ്പോസ് ഡെത്ത്, അതും ഇൻഫോംസ്, ലേൺസ്, ഇതൊക്കെ എന്താ? പ്രസൻറ്റ് ടെൻസിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇൻഡയറക്റ്റ് ഡിസ്കോഴ്സ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ എപ്പോഴും പാസ്റ്റ് ടെൻസിലാണോ എന്നുള്ളതെങ്കിൽ അത് എന്ത് ചെയ്യില്ല, അത് മാറില്ല. ഉദാഹരണത്തിന് ദ ലീഗേറ്റ് ഇൻക്വയേഴ്സ്, അത് പ്രസൻറ്റ് ടെൻസിൽ ആരാണ് അടിച്ചത് എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അപ്പോൾ ആ ചോദ്യത്തിന് നമ്മൾ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യനായി ഇങ്ങനെയാണ് ഫ്രെയിം ചെയ്തത്, ഹൂ സ്ട്രക്ക് ദ ബ്ലോ. അപ്പോൾ ആ സ്ട്രക്ക് എന്നുള്ളത് എന്താണ്? പാസ്റ്റിൽ തന്നെയാണ് ഉണ്ടാവുക. ഇനി ഒരു കാര്യം കൂടെ ഇവിടെ പറയുന്നുണ്ട്. നോട്ട് ബുക്സ്, ന്യൂസ് പേപ്പേഴ്സ്, ഹാൻഡ് ബുക്സ് ഓഫ് ലിറ്ററേച്ചർ, ഇതിലൊക്കെ സമ്മറീസ് ഓഫ് വൺ കൈൻഡ് ഓർ അനദർ, ഏതെങ്കിലും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിലുള്ള സമ്മറീസ് മേ ബി ഇൻഡിസ്പെൻസിബിൾ, അത് ഒഴിച്ചുവിടാനാവാത്തതായിരിക്കും. ഓക്കെ, ഒഴിവാക്കി കളയാൻ പറ്റാത്തതായിരിക്കും. ആൻഡ് ഫോർ ചിൽഡ്രൻ ഇൻ പ്രൈമറി സ്കൂൾസൊക്കെ ഇറ്റ് ഈസ് എ യൂസ്ഫുൾ എക്സസൈസ്. ഒരേ സ്റ്റോറി അവരുടെ വേർഡ്സിൽ റീടെൽ ചെയ്യുന്നതൊക്കെ യൂസ്ഫുൾ എക്സസൈസാണ്. ബട്ട് ഇൻ ദ ക്രിറ്റിസിസം ഓർ ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് ലിറ്ററേച്ചർ, ഏതെങ്കിലും ഒരു സാഹിത്യം അല്ലെങ്കിൽ ഒരു കഥ, ഒരു കവിതനെ ക്രിട്ടിസൈസ് ചെയ്യുന്നതിൽ, നിരൂപണം ചെയ്യുന്നതിൽ, അല്ലെങ്കിൽ അതിനെ അനലൈസ് ചെയ്യുന്നതിൽ, ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതിൽ, വ്യാഖ്യാനിക്കുന്നതിൽ റൈറ്റർ ഷുഡ് ബി കെയർഫുൾ ടു അവോയ്ഡ് ഡ്രോപ്പിംഗ് ഇൻ ടു സമ്മറി. അവിടെ സമ്മറിയിലേക്ക് കടക്കാതിരിക്കണം. എന്ന് വെച്ചാൽ മൊത്തം ആ കഥയുടെ സമ്മറിക്ക് വേണ്ടിയല്ല നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. നേരെ മറിച്ച് സമ്മറി വേണമെങ്കിൽ 1-2 ലൈൻസിൽ ഒതുക്കിയിട്ട് കമൻറ്റ് ചെയ്യുകയാണ് വേണ്ടത്, ആസ് ഓപ്പോസ് ടു
സമ്മറി. സമ്മറിയിൽ ക്രിറ്റിസിസം അല്ല, ക്രിറ്റിസിസം സമ്മറി അല്ല.